വി.ഡി. സതീശൻ വിദേശത്ത് ഫണ്ട് അഭ്യർത്ഥിച്ചതിന് തെളിവുണ്ട്. വീഡിയോ പുറത്തുവിട്ട് CPM. പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ആഭ്യന്തര വകുപ്പ് ക്ലീൻ ചിറ്റ് നൽകിയ നടപടിയെ അസാധാരണമെന്ന് വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. കേസുമായി ബന്ധപ്പെട്ട് സതീശൻ ഫണ്ട് അഭ്യർത്ഥിച്ചതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതായി പറയുന്ന വീഡിയോ M.V. ഗോവിന്ദൻ പ്രദർശിപ്പിച്ചു. കേസിൽ സതീശനെതിരെ തെളിവുകളുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. MLA എന്ന നിലയിൽ അനുമതി തേടിയാണ് വി.ഡി. സതീശൻ വിദേശയാത്ര നടത്തിയതെന്ന വാദത്തിന് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നോ ആഭ്യന്തര വകുപ്പിൽ നിന്നോ അനുമതി ഉണ്ടായിരുന്നില്ലെന്നാണ് വസ്തുതാപരമായി പുറത്തുവന്ന വിവരമെന്ന് ഗോവിന്ദൻ പറഞ്ഞു. വിദേശ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിനായി വിദേശയാത്ര നടത്താൻ നിലവിലെ നിയമപ്രകാരം പ്രത്യേക അനുമതി ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രളയകാലത്ത് ധനശേഖരണത്തിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് അനുമതി തേടിയിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നില്ല എന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. വി.ഡി. സതീശൻ പദ്ധതിക്കായി വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. അത്യന്തം ഗൗരവമുള്ള വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി ക്ലീൻ ചിറ്റ് നൽകുകയാണുണ്ടായത്. ഇത് അസാധാരണമായ നടപടിയാണ്. സ്വതന്ത്ര അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ തിടുക്കമുണ്ടായി എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമായത്. ഇന്നലെ ചെന്നിത്തല അഴിമതിക്കെതിരെ വിസിൽ അടിക്കുന്നതാണ് കണ്ടതെങ്കിൽ ഇന്ന് വിജിലൻസ് അഴിമതി കേസിൽ സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് കണ്ടത്. വിദേശ ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട കേസായതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ആവശ്യമാണെന്നും M.V. ഗോവിന്ദൻ വ്യക്തമാക്കി. പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ ഉത്തരവിട്ട വിജിലൻസ് അന്വേഷണത്തിൽ വി.ഡി. സതീശനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. അഴിമതി നിരോധന നിയമനത്തിലെ കുറ്റങ്ങളൊന്നും സതീശൻ ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കപ്പെട്ടെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. പുനർജനി പദ്ധതിക്കായി ഫണ്ട് പിരിവ് നടത്തിയതിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിന് പങ്കില്ല എന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. 2025 സെപ്റ്റംബറിൽ വിജിലൻസ് ഡയറക്ടർക്ക് DIG കൈമാറിയ കത്തിലാണ് പരാമർശമുള്ളത്. വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത്.